ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് വെറും ബുക്ക് പേപ്പർ വെച്ചിട്ടുള്ള സിമ്പിൾ ക്രാഫ്റ്റാണ് ഞാൻ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നോർമൽ ബുക്ക് പേപ്പർ, ആർക്കും വേണ്ടാത്ത ബുക്കിൻ്റെ ബാലൻസ് ആയിട്ടുള്ള പേപ്പർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്താൽ നിങ്ങൾക്ക് അടിപൊളി ഒരു വാൾ ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ വെറുതെ പറയുന്നതല്ല, വെറും 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി വാൾ ഡെക്കോർ ക്രാഫ്റ്റ് വർക്കാണ് ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്നത്. 10 പൈസയുടെ ചിലവ് പോലും ഇല്ലാതെ നമ്മുടെ വീട് അലങ്കരിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇത് ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള മണി പ്ലാന്റിൻ്റെ ഒരു ലീഫാണ്. ഏത് ലീഫ് വേണമെങ്കിലും എടുക്കാം. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഈ ഒരു മണി പ്ലാന്റിൻ്റെ ലീഫിൽ ചെയ്തെടുക്കാനാണ് എനിക്കൊരു ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു മണി പ്ലാന്റിൻ്റെ ഇല 2 എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് മുൻപേ ഞാൻ ഏതാണ്ട് ഇതുമായിട്ട് സാമ്യമുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ നാൾ പെയിൻ്റ് അടിച്ചത് കൊണ്ട് തന്നെ അത് കളർ ഡള്ളാവാതെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ഒരു വാൾ ഡെക്കോറ്. ബുക്ക് പേപ്പർ ആയതുകൊണ്ട് തന്നെ, അത് മാത്രമല്ല നമ്മുടെ ആക്രിലിക് കളർ ആയതുകൊണ്ടും ഒരു കാലത്തും അത് കളർ ഡള്ളാവാൻ സാധ്യതയില്ല. നമ്മളിപ്പോൾ കളർ പേപ്പറിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ മസ്റ്റായിട്ട് അത് എന്തായാലും കുറേ കാലം കഴിയുമ്പോഴത്തേനും കളർ ഡള്ളായി പോകും. പക്ഷേ ഇത് നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഒരിക്കലും നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു ഐറ്റം കളർ മങ്ങത്തില്ല. അടിപൊളിയായിട്ട് കുറേ നാൾ നമ്മുടെ വീട്ടിൽ നമുക്ക് അലങ്കരിക്കാൻ പറ്റുന്നതും അത് മാത്രമല്ല നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ വോളിൽ ഇത് നല്ല അടിപൊളി വാൾ ഡെക്കോറായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു പെയിൻ്റ് അടിച്ച ഇല ഇതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു വൈറ്റ് കളർ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് പതിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ കളർ പോയാലും നമുക്ക് കുഴപ്പമില്ല, വീണ്ടും കളർ അടിക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമുക്ക് അതിലോട്ട് പതിച്ച് കൊടുക്കാം. അപ്പോൾ പറ്റുന്ന അത്രയും പതിച്ചെടുക്കുക. നിങ്ങൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അത്രയും ഇലകൾ, എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ടാവുമല്ലോ ഇത് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര മാത്രം നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്ന് മനസ്സിലൊരു ധാരണ ഉണ്ടാവില്ല, എത്ര എണ്ണം വേണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ഇതുപോലെ ഒന്ന് പതിച്ച് കൊടുത്ത് ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ. കൂടിപ്പോയ ഒരു 3 പേപ്പറിൽ, അതായത് വലിയൊരു A4 ഷീറ്റ് ആണെങ്കിൽ 3 4 അതിൽ അത്രയും മതിയാവും നമുക്കിപ്പോൾ ട്രൈ ചെയ്ത് ഇത് ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേനും. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ട് അത്രയും ഒന്ന് എടുക്കുക. പിന്നെ അത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അത് നമ്മുടെ ഇലകൾ ഇതുപോലെ വേണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കി വയ്ക്കുക എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇതേ കൂട്ടുകാരെ ഞാൻ ഇത്രയും ഇലകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു വള്ളിയിൽ ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് പോലെ അത്രയും നിങ്ങളൊന്ന് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കസിൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, അങ്ങനെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും ചെയ്തു. ഇനി ഞാൻ നോർമൽ നമ്മുടെ ബുക്ക് ഏതായിക്കോട്ടെ, ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, ബുക്ക് പേപ്പർ ഏത് വേണമെങ്കിലും എടുക്കാം. ചെറിയ രീതിയിൽ ഒന്ന് റോള് പോയല്ലേ ഒന്ന് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്, ചെറിയ റോള്. അപ്പോൾ ഞാൻ 2 എണ്ണം യോജിപ്പിച്ചിട്ടാണ് ചെയ്തെടുത്തത്. ഇതിപ്പോൾ 1ാമത്തെ റോള് നമുക്ക് റെഡിയാക്കി കിട്ടി. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. 2ാമത്തെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റി അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ചുറ്റിയെടുത്ത ഈ ഒരു തണ്ടിന് നല്ല രീതിയിലൊന്ന് നമ്മുടെ കയ്യിലുള്ള ഗ്രീൻ കളർ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഫുൾ ഗ്രീൻ കളർ ആയിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ചെയ്യുന്നവർക്ക്. പിന്നെ വേണമെങ്കിൽ നമ്മുടെ ഇല പതിച്ചു കൊടുത്തതിന് ശേഷം ലൈറ്റായിട്ട് എന്തെങ്കിലും സ്പോഞ്ചോ എന്തെങ്കിലും വെച്ചിട്ട് യെല്ലോ കളർ വെച്ച് നമ്മുടെ ആ ഒരു പേപ്പറിൻ്റെ മുകളിൽ ചെറിയ രീതിയിൽ ഡാബ് ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. ഞാൻ അതൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല, എനിക്ക് ഈ ഒരു ഗ്രീൻ കളർ മാത്രം മതി. അതുകൊണ്ടാണ് ഈ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പുറത്തുനിന്നൊക്കെ ചില ആൾക്കാരുടെ കയ്യിൽ ഫിനാൻഷ്യലി ചെറിയ രീതിയിലൊക്കെ ഈ ഒരു എമൗണ്ട് എടുക്കാൻ ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു അടിപൊളി ഒരു ഓപ്ഷനാണ് ഇത്. അതായത് പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലെ നല്ല രീതിയിൽ അലങ്കരിച്ച് വയ്ക്കാം. ചിലവർക്ക് നമുക്കിപ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ വോളിലൊക്കെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വയ്ക്കത്തില്ലേ, അപ്പോൾ അങ്ങനെ വയ്ക്കാനുള്ള പൈസ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ അതിൽ ചിലരുടെ ആഗ്രഹം എന്തായിരിക്കും, ഇതുപോലുള്ള ചെറിയ ചെടികളൊക്കെ വെച്ചിട്ട് ഹാങ് ചെയ്തിടണം എന്നുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു വെയിറ്റ് കയറാതെ നല്ല വെറും ബുക്കിൻ്റെ പേപ്പറല്ലേ, എത്രമാത്രം വെയിറ്റ് ഉണ്ടാവുമെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു വെയിറ്റ് ഇല്ലാണ്ട് നമ്മുടെ വോളിൽ ഇങ്ങനെ ഹാങ് ചെയ്ത്, അതായത് ചെറിയ രീതിയിൽ എന്തെങ്കിലും, അതായത് ഒരു ചെറിയ ഇപ്പോൾ പോട്ടെ ഒരു ബോട്ടിലായാലും ഒന്ന് അതിൻ്റെ താഴ്ഭാഗം കീറി പെയിൻ്റൊക്കെ അടിച്ച് ഒരു ചെറിയ പോട്ട് പോലെ ചെയ്തതിന് ശേഷം ഈ ഇലകൾ അതിലോട്ട് ചെയ്ത് അത് വച്ച് കൊടുത്ത് ഹാങ് ചെയ്തിട്ട് അങ്ങനെ കുഞ്ഞു രീതിയിലൊക്കെ വയ്ക്കത്തില്ല. അങ്ങനെയൊക്കെ ചെയ്താലും അതും ഒരു ഭംഗിയാണ്. ഞാൻ ജസ്റ്റ് ഐഡിയ പറഞ്ഞു തരുന്നതെന്നുള്ളൂ. ഇനിയിപ്പോൾ കമൻറ്റ് വരും ആവശ്യമില്ലാതെ എന്തിനാണ് സംസാരിക്കുന്നത്, ബോറാകുന്നു എന്ന് പറഞ്ഞിട്ട്. ഐഡിയാസ് ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഒരു ഐഡിയ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം, ഇല്ലാത്തവർക്ക് വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ഇല ഇതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മടക്കി എടുക്കുന്നുണ്ടേ. ഇലകളെല്ലാം നമ്മൾ റെഡിയാക്കി, തണ്ട് റെഡിയാക്കി. ഇനി എന്താണ് അടുത്ത പരിപാടി? ഇതൊന്ന് നമുക്ക് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂ ഗണ്ണൊന്നും എടുക്കേണ്ട, വേറെ ഫെവിക്കോളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതുപോലെ വെച്ച് കൊടുക്കുക, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചെയ്ത ഇല ഇത്തിരി വലിയ ഇലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചെറിയ ഇല ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മണി പ്ലാന്റിൽ നിന്ന് ചെറിയ ഇല ഏതാണ് അതെടുത്തിട്ട് ഇതുപോലെ ഇല നമ്മുടെ പേപ്പറിലോട്ട് പതിച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ മനഃപൂർവ്വം വലിയ ഇല എടുത്തതാണ് കേട്ടോ. എനിക്ക് ഈ ഒരു വലിയ ലീഫിലിങ്ങനെ നമ്മുടെ ഒരു ഹാങ് ചെയ്തിടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതെടുത്തു. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് തലങ്ങും വിലങ്ങും ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒരു സൈഡ് മാത്രം നമുക്ക് ഈ ഒരു പെയിൻറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ, രണ്ട് സൈഡും പെയിൻ്റ് അടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുവരെ ഇത്രയും ഞാൻ ചെയ്തു കൊടുത്തു. കറക്റ്റ് നമ്മുടെ മണി പ്ലാന്റിൻ്റെ കളറാകാൻ വേണ്ടി ലൈറ്റ് കളേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോൾ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എടുത്തത് ലൈറ്റ് ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ കൂട്ടുകാരെ ഞാൻ ടോട്ടലി 3 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തത്. എനിക്കിപ്പോൾ 3 എണ്ണത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. വേറെ ഒരു ചിലവില്ല, ബുക്ക് പേപ്പർ പെയിൻറ്റ് മാത്രം മതി, അടിപൊളിയായിട്ട് നമ്മുടെ വീട് അലങ്കരിക്കാം. അപ്പോൾ ഇത് വാൾ ഹാങ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, ട്രൈ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ ബൈ.